നമസ്കാരം. അങ്കമാലിയിൽ 19 വയസ്സുകാരിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം നിർത്താതെ പോയ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ഡോക്ടർ സിറിയക് പി ജോർജിനെയാണ് വാഗമണിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അങ്കമാലിയിൽ വെച്ച് ജാസ്ലിൻ ജോൺസൺ എന്ന 19 വയസ്സുള്ള ബികോം വിദ്യാർത്ഥിനിയെ വാഹനമിടിപ്പിച്ച ശേഷം ഇയാൾ വാഹനം നിർത്താതെ പോയത്. വാഹനം പിന്നീട് പോലീസ് കണ്ടെത്തിയെങ്കിലും പ്രതിയെ പിടികൂടാത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ പ്രതിയായ സിറിയക് പി ജോർജിൻ്റെ പിതാവ് ജോർജ് മാത്യുവിനെ പോലീസ് അങ്കമാലി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിതാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഉടൻ തന്നെ പോലീസ് വാഗമണിൽ നിന്നും ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. കോട്ടയം അതിരമ്പുഴയിലാണ് ഡോക്ടർ സിറിയക് പി ജോർജ് താമസിക്കുന്നത്. MBBS പഠനത്തിന് ശേഷം ഹൗസ് സർജൻസി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു അങ്കമാലിയിൽ വെച്ച് ഇത്തരമൊരു അപകടം ഉണ്ടാക്കുന്നത്. അപകടത്തിൽ ജാസ്ലിൻ ജോൺസൺ എന്ന ബിരുദ വിദ്യാർത്ഥിനി നടന്നു പോകുമ്പോൾ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നും നിർത്താതെ പോകുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം അതിരമ്പുഴയിലുള്ള ഡോക്ടർ സിറിയക് പി ജോർജിൻ്റെ വീടിന് മുൻപിലാണ്. വീട് കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. പോലീസ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുമുണ്ട്. അങ്കമാലി പോലീസ് സ്റ്റേഷൻ ക്രൈം 337/2026 BNS 105 കേസിൽ താങ്കളുടെ ഉടമസ്ഥതയിലുള്ള KL 05BB 3066 നമ്പർ വാഹനം അപകടം വരുത്തിയിട്ടുള്ളതായും വീട്ടിൽ അന്വേഷിച്ച് വന്നപ്പോൾ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച പോലീസ് മടങ്ങുകയായിരുന്നു. പിന്നീടാണ് ജോർജ് മാത്യുവിനെ പോലീസ് അങ്കമാലി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് സഹായിച്ചതിനാണ് ജോർജ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് വാഗമണിലെത്തിയ പോലീസ് ഈ പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു. വാഗമണിൽ ബന്ധുവിൻ്റെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഉടനെ തന്നെ പോലീസ് ഇയാളെ പിന്തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ഏതായാലും സമൂഹ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമാണ് അങ്കമാലിയിൽ വെച്ച് ഉണ്ടായത്. ജാസ്ലിൻ ജോൺസൺ എന്ന 19 വയസ്സുകാരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച കുട്ടിയുടെ അവയവങ്ങൾ 4 പേർക്കായി ദാനം ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ വളരെ വേദനയോടെയാണ് ജാസ്ലിൻ അപകടത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞത്. അതിൽ ഏറ്റവും പ്രതിഷേധമുയർത്തിയ ഒരു കാര്യം ഈ ഡോക്ടർ സിറിയക് പി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് പോലീസിൻ്റെ അനാസ്ഥയാണെന്ന് പോലീസിന് വ്യാപകമായ ആക്ഷേപം നേരിടേണ്ടി വന്നു. എന്നാൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നാലെ വാഗമണിൽ നിന്നും ഈ വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക് പി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും ആയിരുന്നു. പോലീസ് മുൻകൂർ കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് നിരസിക്കുകയും ചെയ്തു. പോലീസ് ഇത് ജാമ്യം നൽകരുത്, ഇത് അപകടത്തിന് കാരണമാക്കിയത് ഈ വ്യക്തി ഇയാൾ ഓടിച്ചിരുന്ന വാഹനം തന്നെയാണ്, നിർത്താതെ പോയത് ഗുരുതരമായ നിയമലംഘനം തന്നെയാണ്, അപകടത്തിൽ പരിക്കേറ്റ ആളെ രക്ഷപ്പെടുത്തുന്നതിന് ഒരു ഡോക്ടർ എന്ന നിലയിൽ പോലും അദ്ദേഹം തയ്യാറായില്ല, ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഈ വാഹന അപകടത്തിലൂടെ വരുത്തിവെച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ സിറിയക് പി ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയുള്ള വിവരമാണ് ലഭിക്കുന്നത്. നാടിനെ നടുക്കിയ, ഞെട്ടിച്ച, വളരെ നാടിനെ മുഴുവൻ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിയ ജസ്ലിൻ ജോൺസന്റെ മരണത്തിന് കാരണക്കാരനായ പ്രതി ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.